അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സമാദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിശ്വാസികളായ നമ്മൾ പരിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് പ്രവേശിച്ച് നോമ്പും മറ്റുള്ള പുണ്യകർമ്മങ്ങളും ചെയ്ത് ധന്യത നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. അള്ളാഹു മനുഷ്യകുലത്തിന് മാർഗദർശകമായി അവതരിപ്പിച്ചിട്ടുള്ള പരിശുദ്ധമായ ഖുർആനിൻ്റെ അവതരണം ആരംഭിച്ചത് വിശുദ്ധമായ റമദാനിലായിരുന്നു. ആ റമദാനിൽ വിശ്വാസികളെ സംബന്ധിച്ച് നിർബന്ധമാക്കപ്പെട്ട കർമ്മമാണ് വ്രതാനുഷ്ഠാനം. നോമ്പും പരിശുദ്ധമായ ഖുർആനും ഒക്കെ മനുഷ്യർക്ക് ആത്മീയമായ വെളിച്ചം പകരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റമദാൻ ആത്മവിചാരത്തിൻ്റെ കാലമാണ്, ശുഭമുഹൂർത്തങ്ങളാണ്. ഈ വിശുദ്ധമായ റമദാനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് നമ്മുടെ കണ്ണും കാതും മനസ്സും തിരിച്ചു വെക്കുക എന്നുള്ളത് നമുക്ക് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള തെറ്റുകുറ്റങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് പൊറുപ്പിക്കുവാൻ വേണ്ടി പ്രത്യേകമായി സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. റമദാൻ എന്നുള്ള പേര് പോലും വിശ്വാസികളായ നമുക്ക് ഏറ്റവും നല്ല സുവിശേഷമാണ്, സന്ദേശമാണ് നൽകുന്നത്. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട നബി പത്നി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് മാ റമദാൻ, അള്ളാഹുവിൻ്റെ റസൂലെ എന്താണ് ഈ റമദാൻ എന്ന് പറഞ്ഞാൽ? അതിനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി, അർമദല്ലാഹു ഫീഹി ദുനൂബൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ ആളുകളിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള തെറ്റുകുറ്റങ്ങളെ അള്ളാഹു കരിച്ചു കളയുന്ന മാസമാണത്. ഗഫറഹാലുഹും, അതവർക്ക് പുറത്തു കൊടുക്കുന്ന മാസമാണ്. റമദാൻ എന്നുള്ളതിൻ്റെ പേരിൻ്റെ അർത്ഥം കരിച്ചു കളയുന്നത് എന്നാണ്. അപ്പോൾ ആ കരിച്ചു കളയുക എന്നതുകൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാപങ്ങളെ പുറത്തു തരിക എന്നുള്ളതാണ്. ഇങ്ങനെ പാപമോചനം പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തയ്യാറാക്കി വച്ചിരിക്കുന്ന ഈ വിശുദ്ധമായ മാസത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക. നാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന നോമ്പ് നമ്മെ സംബന്ധിച്ച് ആത്മീയമായി വലിയ പുരോഗതി തന്നെ സമ്മാനിക്കുവാൻ ഉപയുക്തമായ കാര്യമാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സിയാമു ജുന്നത്തുൻ യസ്തജന്നു ബിഹൽ അബ്ദുൽ മുഅ്മിൻ, നോമ്പെന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു രക്ഷാകവചമാണ്. അതുകൊണ്ട് ഒരു വിശ്വാസി നരകത്തിൽ നിന്ന് പരിപൂർണമായ സുരക്ഷിതത്വം നേടിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ നോമ്പും നമ്മെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് അടുക്കുന്നു. ഇതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റമദാനിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷങ്ങൾക്ക് അവസരം ഉണ്ട്. അഥവാ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ കിട്ടുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ വിശുദ്ധമായ റമദാനിലുണ്ട്. നോമ്പ് നോറ്റ വ്യക്തിയെ അല്ലാഹു പ്രത്യേകമായി ഏറ്റെടുക്കുന്നു, അവന് ഉന്നതമായിട്ടുള്ള പദവി നൽകുന്നു, സ്ഥാനം നൽകുന്നു. ഒരു ഹദീസിൽ കാണാമല്ലോ, ഖുലൂഫു ഫമിസ്വാഇമി അത്വീബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, നോമ്പനുഷ്ഠിച്ച വ്യക്തിയുടെ വായ്ഗന്ധം, അഥവാ നോമ്പ് നോറ്റതിൻ്റെ പേരിൽ സ്വാഭാവികമായിട്ടും പുറത്തു വരുന്ന ആ ഗന്ധം അത്വീബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, അള്ളാഹുവിൻ്റെ അരികിൽ കസ്തൂരിയെ വെല്ലുന്ന സുഗന്ധമായി അതനുഭവേദ്യമാകുന്നു. അപ്പോൾ നോമ്പ് നോറ്റ ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് വരുന്ന ഗന്ധത്തിന് പോലും ഇത്രമാത്രം സ്ഥാനവും മഹത്വവും ഉണ്ടെങ്കിൽ നോമ്പ് നോറ്റ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരുപാട് പവിത്രതകളുണ്ട്, ശ്രേഷ്ഠതകളുണ്ട്. അതുകൊണ്ട് തന്നെ റമദാൻ കാലത്തെ ഒരാത്മവിചാരത്തിന് നമ്മൾ സന്നദ്ധമാകുന്നതോടൊപ്പം തന്നെ ഒരുപാട് പുണ്യകർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോമ്പ് അതിൽ നിർബന്ധമായിട്ടുള്ളതാണെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ പാരായണം അനിവാര്യമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ തറാവിഹി നിസ്കാരം, മറ്റുള്ള പുണ്യകർമ്മങ്ങൾ, അതിനൊക്കെ പുറമെ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ വേണ്ടി നമ്മൾ സന്നദ്ധമാകേണ്ട മാസവും കൂടിയാണിത്. നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ സാങ്കേതികമായി രാത്രി നെയ്യത്തും നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നുള്ള വിട്ടുനിൽപ്പും ഉണ്ടെങ്കിൽ സാങ്കേതികമായി നോമ്പാകും. പക്ഷേ നോമ്പിന് നൽകപ്പെടുന്ന മഹത്തായ പ്രതിഫലങ്ങൾ, അല്ലെങ്കിൽ നോമ്പിന് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള വലിയ വലിയ പ്രതിഫലങ്ങൾ, ആ പ്രതിഫലങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നോമ്പിൻ്റെ ആത്മാവിനെ കൊല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. നോമ്പിൻ്റെ ആത്മാവിനെ കൊന്നുകളയുന്ന സംഗതികളാണ് നമ്മളിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗീബത്ത്, നമീമത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അഥവാ നമ്മുടെ നാവിനെയും മനസ്സിനെയും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് കാത്ത് രക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നോമ്പിൻ്റെ ആത്മാവിനെ
നമുക്ക് നിലനിർത്താൻ കഴിയുന്നതിനും അതിലൂടെ വിജയിക്കാൻ നമുക്ക് സാധിക്കുന്നതും. പരിശുദ്ധമായ റമദാനിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സംഗതിയാണ് ദാനധർമ്മം എന്ന് പറയുന്നത്. ഫിഖ്ഹിൻ്റെ കിതാബുകളൊക്കെ പരിശോധിച്ചാൽ കാണാം, എല്ലാ ദിവസവും എന്തെങ്കിലും സദഖ ചെയ്യൽ പ്രത്യേകമായി സുന്നത്തുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ റമദാൻ ആസന്നമായി കഴിഞ്ഞാൽ ഒരുപാട് ദാനം ചെയ്തിരുന്നു. ഒരു കാറ്റ് അടിച്ചു വീശുന്നതിന് സമാനം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാനധർമ്മത്തിൻ്റെ ആ ഒരു ഗുണഫലം അനുഭവിക്കാത്ത ഒരാളും മദീനത്തോ പരിസരത്തോ ഉണ്ടാകുമായിരുന്നില്ല. ആ നിലക്ക് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാനധർമ്മ നിരതനായിരുന്നു. ഈ വിശുദ്ധമായ റമദാനിലും ഒരുപാട് പാവങ്ങളെ, അശരണരെ നമുക്ക് സഹായിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പ്രാസ്ഥാനികമായ മുന്നേറ്റ വഴികളിൽ നമ്മുടെ കൃത്യമായിട്ടുള്ള ഇടപെടലും കൈത്താങ്ങും ഉണ്ടാകേണ്ടതുണ്ട്. പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളൊരു കാര്യം, നമുക്കറിയാം നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അർദ്ധഭാഗമാണ് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിൽ നമ്മുടെ പ്രാസ്ഥാനികമായ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈസ്റ്റ് വെസ്റ്റ് എന്നുള്ള നിലക്ക് നമ്മുടെ ജില്ലകളെ പകുത്തുകൊണ്ടാണ് SYS-ഉം SSF-ഉം പോലെയുള്ള ബഹുജന സംഘടനകൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വെസ്റ്റ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ആസ്ഥാനം ഇല്ല. എല്ലാ ഘടകങ്ങളും പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിലാണ്. ലക്ഷക്കണക്കിന് പ്രവർത്തകരുള്ള, നൂറുകണക്കിന് യൂണിറ്റുകളുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു ആസ്ഥാനം അനിവാര്യമാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പ്രാസ്ഥാനിക വഴികളിൽ ഒരു പൊന്തൂവൽ ചാർത്തായി നടന്നിട്ടുള്ള 60-ാം വാർഷിക സമ്മേളനം, ആ സമ്മേളനത്തിൻ്റെ നഗരിക്ക് തൊട്ടടുത്ത് തന്നെ താജുൽ ഉലമയുടെ പേരിൽ നമ്മൾ കുറച്ച് സ്ഥലം സ്വന്തമാക്കുകയുണ്ടായി. അതിൻ്റെ ക്യാഷ് 1 കോടി ചില്ലാനും വരുന്ന കാശ് പൂർണ്ണമായി കൊടുത്ത് നമ്മൾ തീർത്ത് ആ സ്ഥലം നമ്മുടെ സ്വന്തമായി മാറിയിരിക്കുകയാണ്. ഇനി അവിടെ നമുക്ക് പ്രസ്ഥാനത്തിൻ്റെ പ്രൗഢിയും പ്രതാപവും കാത്ത് പരിരക്ഷിക്കുന്ന രൂപത്തിൽ തന്നെയുള്ള ഒരാസ്ഥാനം നിർമ്മിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി സുൽത്താനുൽ ഉലമ, റഈസുൽ ഉലമ, മുഹ്യിദ്ദീൻ പൊന്മുള ഉസ്താദ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ സമുന്നതരായ നേതൃത്വവുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവരെല്ലാവരും അത് വളരെ വ്യക്തമായി അതിൻ്റെ ആവശ്യകത വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തുകയും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തന പദ്ധതിയിലേക്ക് നമ്മുടെ സംഘടനാ കുടുംബത്തിലെ എല്ലാ ഘടകങ്ങളും ഒന്നിച്ച് ഇറങ്ങിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെയൊക്കെ വീടുകളിലേക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു കലക്ഷൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു നിധി അഥവാ ഒരു ബോക്സ് എത്തിയിട്ടുണ്ട്. ആ ബോക്സ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ജില്ലയിൽ 50,000 സ്ഥാപിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ച് അവസാന ഘട്ടത്തിലാണുള്ളത്. ഒരു ബോക്സിൽ നിന്ന് ശരാശരി 1000 രൂപ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പദ്ധതിയുടെ ഒരു 3/4% നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. നമ്മളെല്ലാവരും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സമയം അതിനുവേണ്ടി ചെലവാക്കിയാൽ, നമ്മുടെ ഇനിയുള്ള സംസാരങ്ങളും ഇടപെടലുകളും നമ്മുടെ യൂണിറ്റുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ അനുഭാവികളിൽ, നമ്മെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ആളുകൾക്കിടയിൽ ഈ താജുൽ ഉലമ ടവറുമായി ബന്ധപ്പെട്ട് ആക്കുകയാണെങ്കിൽ ഈ വിശുദ്ധമായ റമദാനോടുകൂടി തന്നെ നമ്മൾ ഉദ്ദേശിച്ച ആ ടാർഗറ്റിലേക്ക് എത്താൻ സാധിക്കുകയും നമ്മുടെ പദ്ധതി തീർച്ചയായിട്ടും വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും. പരിശുദ്ധമായ റമദാനിൽ നമ്മുടെ ഒരു നല്ല സമയം അതിനുവേണ്ടി നീക്കിവെക്കുകയും ഒരുപാട് ആളുകളെ അതിലേക്ക് നമ്മൾ പ്രചോദിപ്പിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. സ്വതക്ക എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്ക ഏത് എന്നുള്ളൊരു ചോദ്യം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് അവിടെ നിന്ന് പറഞ്ഞ മറുപടി സ്വതക്കത്തു റമദാൻ എന്നാണ്. പരിശുദ്ധമായ റമദാനിലെ സ്വതക്കയാണ്. നമ്മുടെ സ്വതക്കയിൽ നിന്നുള്ള നല്ലൊരു വിഹിതം നമ്മുടെ ഈ പ്രാസ്ഥാനിക പ്രവർത്തനത്തെ നമ്മൾ നീക്കിവെക്കുകയാണെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആയിരക്കണക്കിന് ആളുകൾക്ക് വെളിച്ചം പകരുന്ന ഒരു സംവിധാനത്തെ നമ്മൾ സഹായിക്കരായി മാറും. തീർച്ചയായിട്ടും മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് അതിനെ സന്തോഷം എത്തുന്ന വലിയൊരു സംഭാവനയായി അത് പരിണമിക്കും എന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം. ഒരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ദാനധർമ്മങ്ങൾ അത് ആപത്തുകളെ തടുക്കുന്നു എന്ന് മാത്രമല്ല നമ്മുടെ പാപങ്ങളെ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ ദാനധർമ്മങ്ങൾ നമ്മുടെ സമ്പത്തിന് സുരക്ഷിതത്വവും നമ്മുടെ കച്ചവടങ്ങളിലും നമ്മുടെ ജോലികളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ കുടുംബങ്ങളിലും നമുക്ക് ഐശ്വര്യം പകരുകയും ചെയ്യും. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഒരു പാവപ്പെട്ട കർഷകനുണ്ടായിരുന്നു. ആ കർഷകൻ തൻ്റെ കൃഷിഭൂമിയിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്തിറങ്ങുകയാണ്. മഴ പെയ്തിറങ്ങിയപ്പോൾ ആ കർഷകൻ ആ മഴത്തുള്ളികളെല്ലാം നഷ്ടപ്പെടാതെ തൻ്റെ കൃഷിഭൂമിയിലേക്ക് ഇങ്ങനെ ആനയിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ മുമ്പിലേക്ക് കടന്നു വന്ന് ചോദിക്കുകയാണ്, മസ്മുക്ക, പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിൻ്റെ പേരെന്താണ്? നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചു. ആ സമയത്ത് ഇദ്ദേഹം പേര് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിനൊരു സന്ദേഹം, പെട്ടെന്നൊരാൾ കടന്നു വന്നുകൊണ്ട് എന്നോട് പേര് ചോദിക്കാൻ കാരണമെന്ത്?
അദ്ദേഹം ചോദിച്ചല്ലോ, പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ എൻ്റെ പേര് ചോദിക്കാൻ കാരണം എന്താണ്? ആ സമയത്ത് ആ സുഹൃത്തൊരു കഥ പറയുകയാണ്. ഞാനിങ്ങനെ നടന്നു പോരുന്ന സമയത്ത് വാനലോകത്തൊരു മേഘം പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്ന് ആ മേഘത്തിനൊരു നിർദ്ദേശം, ഇസ്കി ഹദീഖത്ത് ഫുലാൻ, ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞ് ആ വ്യക്തിയുടെ തോട്ടത്തിൽ പോയി പെയ്തിറങ്ങുക എന്നാണ് ആ മേഘത്തിന് ഒരു അശരീരിയായിട്ടൊരു നിർദ്ദേശം ലഭിച്ചത്. ഉടനെ തന്നെ ആ മേഘം ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി വന്നു, അത് പെയ്തിറങ്ങി. ആ മേഘത്തെ പിന്തുടർന്ന് ഞാൻ പോന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഏതാനും ചരക്കല്ലുകൾ ഉള്ള ഭൂമിയിൽ ആ മേഘം പെയ്തിറങ്ങുന്നതാണ്. ഞാനതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോന്നപ്പോൾ ആ മഴത്തുള്ളികൾ, ആ പെയ്തിറങ്ങുന്ന മഴവെള്ളം മൊത്തവും നിങ്ങളുടെ ഈ തോട്ടത്തിലേക്ക് നിങ്ങളിങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുകയാണ്. അതാണ് നിങ്ങളെ പേര് ഞാൻ ചോദിച്ചത്. ഈ മേഘത്തിന് അവിടെ പെയ്തിറങ്ങുവാൻ വേണ്ടി നിർദ്ദേശം നൽകിയ കൂട്ടത്തിൽ പരാമർശിക്കപ്പെട്ട ആ പേര് നിങ്ങളുടേതാണ്. എന്ത് നന്മയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആരുമറിയാതെ നിങ്ങൾക്ക് മാത്രമായി മഴ പെയ്യിപ്പിച്ച് നിങ്ങളുടെ ഈ കൃഷിഭൂമിയെ സമ്പന്നമാക്കുവാൻ വേണ്ടി അവൻ സന്നദ്ധമായി, അവൻ അതിനുവേണ്ടി താല്പര്യപ്പെട്ടു. അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു രഹസ്യമുണ്ടാകുമല്ലോ, എന്താണതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ആ കൂട്ടുകാരൻ തൻ്റെ കാര്യം വിശദീകരിക്കുന്നു. ഞാനെങ്ങനെ വലിയ ഇബാദത്തോ വലിയ ഈമാനോ ഉള്ള ആളൊന്നുമല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരു സ്വഭാവമുണ്ട്. ഞാൻ കൃഷി ഇറക്കി അതെല്ലാം വിളവെടുത്ത് കഴിഞ്ഞാൽ അതിനെ മൂന്നാക്കി ഭാഗിക്കും. ഒരു ഭാഗം അത് എനിക്കും എൻ്റെ കുടുംബത്തിനും കഴിഞ്ഞുകൂടാനുള്ളതാണ്. രണ്ടാമത്തെ ഭാഗം വീണ്ടും കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് വിത്താക്കി സൂക്ഷിക്കാനുള്ളതാണ്. മൂന്നാമത്തെ ഭാഗം പാവങ്ങളായ ആളുകൾക്ക് ദാനം ചെയ്യാറുള്ളതാണ്. ആ പാവങ്ങളായ ആളുകൾക്ക് ദാനം ചെയ്യുന്നത് നിമിത്തമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ സമ്പത്തിന് വളർച്ച നൽകുന്നു, ഉയർച്ച നൽകുന്നു. തീർച്ചയായിട്ടും നമ്മളൊക്കെ പല സംഗതികൾക്കും കൈയഴിഞ്ഞു കൊടുക്കുന്നവരാണ്. ഇത്തവണ പരിശുദ്ധമായ റമദാനിൽ നമ്മുടെ സഹായം TU ടവറുമായി ബന്ധപ്പെട്ട് നല്ലൊരു രൂപത്തിൽ തന്നെ ആകുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഗുണഫലം നമുക്ക് ഈ ലോകത്തും പരലോകത്തും അനുഭവിക്കാൻ സാധിക്കും. ഈ പ്രസ്ഥാനത്തിന് പ്രൗഢമായിട്ടുള്ള ഒരു ദീനി ദഅവാ സംരംഭം അഥവാ എല്ലാവിധ ദഅവാ സംരംഭങ്ങളും നടത്തി മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു മഹത്തായ കേന്ദ്രം പണിയുന്നതിൽ, പള്ളി അടങ്ങുന്ന ഒരുപാട് പ്രവർത്തന പദ്ധതികൾക്കുള്ള ഒരു കേന്ദ്രം പണിയുന്നതിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഭാഗഭാഗിത്വം വഹിച്ച ചാരിതാർത്ഥ്യം കൊള്ളാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. TU ടവറിൻ്റെ നിധിയുമായി ബന്ധപ്പെട്ട് ആരെല്ലാം സഹകരിക്കുന്നുണ്ടോ അവർക്കെല്ലാം ഈ ലോകത്തും പരലോകത്തും അള്ളാഹു പകരം നൽകുമാറാവട്ടെ. എല്ലാവിധ ആഫത്തും മുസീബത്തുകളിൽ നിന്നും അവർക്കും നമുക്കും അള്ളാഹു സലാമത്ത് വിധിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.